പ്രൈസ് ഗോഡ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കൊമ്പിന് മുന്തിരിവള്ളിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കർത്താവിൽ വസിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ ദൈവിക സമാധാനം ദൈവം നമ്മളിലേക്ക് പകരുവാനിടയായിത്തീരും. എങ്ങനെയാണ് നമ്മൾ കർത്താവിൽ വസിക്കുവാൻ കഴിയുന്നത്? ഉപവാസത്താലും പ്രാർത്ഥനയാലും ദൈവവചന ധ്യാനത്താലും നമുക്ക് കർത്താവിൽ വസിക്കുവാനായിട്ടിടയായിത്തീരും. നമ്മൾ കർത്താവിൽ വസിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിനെ, കർത്താവിൻ്റെ അളവറ്റ ശക്തിയെ, ദൈവത്തിൻ്റെ കൃപയെ ദൈവം നമ്മുടെ മേലിൽ പകരുവാനായിട്ടിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, ആരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തിയാലും, ലോകത്ത് ആരൊക്കെ തള്ളിക്കളഞ്ഞാലും കർത്താവിൻ്റെ ദൈവിക സമാധാനം കർത്താവിൽ നമ്മളേക്ക് പകരാനിടയായിത്തീരും. കർത്താവ് നമുക്ക് വേണ്ടിയാണ് അവസാനം ഒരു രക്തം വരെയും ഊറ്റിത്തന്ന കാൽവറി ക്രൂശിൽ മരിച്ചത്. ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയ തകർച്ചയുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, തകർച്ചയുടെ നടുവിൽ നമ്മുടെ മുഴങ്കാലിരുന്ന് യേശുവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരുന്ന, നമ്മുടെ മുന്നിൽ ഇറങ്ങി വരുന്നൊരു ദൈവത്തെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. ഏത് പ്രതിസന്ധിയാണെങ്കിലും അതിലുപരിയായ ദൈവിക സമാധാനം നമ്മളിലേക്ക് പകരുവാൻ, ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ളൊരു കൃപ നമ്മുടെ മേൽ പകരുവാൻ സർവ്വശക്തനായ ദൈവത്തെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നീ നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. വചനത്തിൽ പറയുന്നു, ആകാശത്തിന് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല, വഴിയും സത്യവും ജീവനും എൻ്റെ യേശുവാണ്. ഈ ദൈവത്തിലല്ലാതെ മറ്റൊരുത്തിനും രക്ഷയില്ല. ഈ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഈ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ ആ ദൈവിക സമാധാനം നമ്മളിലേക്ക് പകരപ്പെടുവാനിടയായിത്തീരും. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നുവെങ്കിൽ തീർച്ചയായും കർത്താവ് നമ്മെ വിടുവിക്കും. ഈ വചനത്താൽ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.